വലിയ ബഹുമാനമുള്ള ജോസഫ് അച്ഛൻ, അസിസ്റ്റന്റ് വികാർ ഫാദർ ഓസ്റ്റിൻ മേച്ചേരി, വാർഡ് മെമ്പർ ശ്രീ ആന്റണി കടപ്പാട്ട്, പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ്, എൽ പി സ്കൂളിൻ്റെ എച്ച് സിസ്റ്റർ ലിനറ്റ്, പ്രിയ ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, എന്നോടൊരു പി ടി എഫ്സിനാണെന്ന് പറഞ്ഞാൽ ടീച്ചർ വിളിക്കുമ്പോൾ അതായത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. കാരണം എനിക്ക് ഈ പറഞ്ഞ ഞാൻ നഴ്സറി പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിച്ചു, PG ചെയ്തു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല അങ്ങനെ പറഞ്ഞൊരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിച്ചിട്ടുമില്ല, ചെയ്യേണ്ട വന്നിട്ടുമില്ല എൻ്റെ ജീവിതത്തിൽ. ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ടീച്ചറിനെ കാണാതെ നടക്കുമായിരുന്നു ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷെ നോട്ടീസ് അടിച്ച് പേര് വന്നപ്പോൾ ടീച്ചർ എൻ്റെ പേര് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരാതിരിക്കാൻ പറ്റത്തില്ല വന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രസംഗം എഴുതി തരാൻ പറഞ്ഞ വൈഫിനോട് പറഞ്ഞു. വൈഫ് തന്നില്ല. അവസാനം ഈ പറഞ്ഞ അവസാന നിമിഷത്തിലാണ് എന്തെങ്കിലും പേപ്പർ ഇരിപ്പുണ്ട്, പക്ഷെ അത് നോക്കി വായിച്ചാൽ എനിക്കറിയാം ഇത് പറയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. പിന്നെ ആകെപ്പാടെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വേദന പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യുന്നതിനുള്ള മടിയില്ല. പക്ഷേ ഈ പറഞ്ഞാൽ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ഒരു ആശംസ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ അതായത് എൻ്റെ വീട്ടിൽ 2 പിള്ളേരാണ് എനിക്കുള്ളത്. ഞാൻ അതുങ്ങളെ 2 ഈ പറഞ്ഞത് ഇടയ്ക്ക് എൻ്റെ വൈഫ് ഏൽപ്പിക്കാറുണ്ട്. അപ്പം ഞാനത് നോക്കാൻ ഭയങ്കരമായിട്ട് പാടുപെടാറുണ്ട്. പക്ഷെ ഞാനിവിടെ ഓർമ്മയായിരുന്നു ഇത്രയും പിള്ളേർ എന്ത് അച്ചടക്കത്തോടു കൂടിയാണ് ടീച്ചർമാർ ഇത് കൈകാര്യം ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ ഡാൻസുകൾ കഴിയുമ്പോഴും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഈ സ്കൂളിൽ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റപ്പോൾ അതിൽ ഈ പിള്ളേരെ ഇത് ഒരുക്കിയിരിക്കുന്ന കണ്ടപ്പോൾ ഈ പറഞ്ഞൊരു പിതാവ് എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വളരെ വൃത്തിയായിട്ട് ഇത്രയും കൂടുതലൊന്നും ഒരു പിള്ളേരെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വ്യക്തമായിട്ട് വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും ചെയ്തിരിക്കുന്നു. അതിന് ടീച്ചർമാർക്ക് പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ജൂലിയ ടീച്ചർ, ലിസി ടീച്ചർ, സിസ്റ്റർ തെരേസ, ഇവർക്കെല്ലാം മാതാപിതാക്കളെ അതായത് മാതാപിതാക്കളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഇവരോടുള്ള നന്ദി കടപ്പാട് ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ ഏറ്റവും നല്ല രീതിയിലാണ് ഇവിടെ പരിപാടികളെല്ലാം നടത്തിയിരിക്കുന്നത്. ഈ പിള്ളേർക്കെല്ലാം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് സംസാരിച്ച നിതിൻ